നെക്സ്റ്റ് ദ പിവറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫോർ മാക്സിമം ആൻഡ് മിനിമം ടേബിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്ത് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ടക്കർ ടേബിൾസിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, എങ്ങനെയാണ് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എഴുതുക, എങ്ങനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എഴുതുക എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേബിളിൽ നിന്ന് എങ്ങനെയാണ് അടുത്ത ടേബിളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അൽഗോരിതം അതിനുശേഷം നമ്മൾ സിംപ്ലക്സ് അൽഗോരിതത്തിലേക്ക് പോകും. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് സ്റ്റെപ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അതായത് ഒരു ടേബിളിൽ നിന്ന് എങ്ങനെ മറ്റൊരു ടേബിളിലേക്ക് പോകാം, ഒരു പിവോട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആ പിവോട്ട് എൻട്രി സെലക്ട് ചെയ്യണതൊക്കെ നമുക്ക് സിംപ്ലക്സ് അൽഗോരിതത്തിലാണ് നമ്മൾ പറയാം. ആ പിവോട്ട് എൻട്രി നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാണ് പിവോട്ട് എൻട്രി എങ്കിൽ അടുത്ത ആ എൻട്രി വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടുത്ത ടേബിളിലേക്ക് പോവാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ സ്റ്റെപ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഒരു പ്രോബ്ലത്തിൽ കൂടെ നമുക്കത് ക്ലിയർ ആവും. ചൂസ് എ നോൺ സീറോ പിവോട്ട് എൻട്രി പി. ഒരു നോൺ സീറോ എൻട്രീനെ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്യണതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സിംപ്ലക്സ് അൽഗോരിതം പറയുമ്പോൾ പറയും. ഓക്കെ, ചൂസ് എ നോൺ സീറോ പിവോട്ട് എൻട്രി പി ഇൻസൈഡ് ദ ടേബിൾ ബട്ട് നോട്ട് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റോ ഓർ കോളം ഓർ ദ -1 കോളം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നോൺ സീറോ പിവോട്ട് എൻട്രി എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ interchange the variables corresponding to P's rows and column, leaving the signs behind. Next, replace P by 1 by P. Next, replace Q in the same row as P by Q by P. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് പറയാം. ആദ്യം ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് വായിക്കാം. Replace every entry R in the same column as P by -R by P. Every entry is not in the same row and not in the same column as P determines a unique entry Q in the same row as P and in the same column as S and a unique entry R in the same column as P and in the same row as S. Replace S by PS minus QR by P. ഓക്കെ, ഇപ്പോൾ ഒന്നും തന്നെ നമുക്ക് മനസ്സിലായി ഉണ്ടാവില്ല എന്നറിയാം. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ അൽഗോരിതം പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പിവോട്ട് എൻട്രി ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളോട് പറയുന്നില്ല. ഒരു പിവോട്ട് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പിവോട്ട് എൻട്രി ചൂസ് ചെയ്യണത് പറഞ്ഞിട്ടില്ല, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ദിസ് അൽഗോരിതം ഡസ് നോട്ട് ടെൽസ് us how to choose the pivot entry. It only tells us how to obtain a new table from an old table once a choice has been made. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ കൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് പിവോട്ട് ഓൺ 5 ഇൻ ദ കനോണിക്കൽ മാക്സിമം ടേബിൾ ബിലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടക്കർ ടേബിൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു? ഈ സൈഡിൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എഴുതും. അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് 1, 2, 4, 5 എന്നുള്ളത് അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഓരോ കൺസ്ട്രെയിൻസ് നോക്കിയിട്ടാണ് എഴുതുന്നത്. അതുപോലെ ബിയുടെ വാല്യൂസ് ആണ് നമ്മളിവിടെ 3, 6 എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ സ്ലാക്ക് വേരിയബിൾസ് ആണ് റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതിയത്. മാക്സിമം ടേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വേരിയബിൾ ലെഫ്റ്റ് സൈഡിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പും ഇനീക്വാളിറ്റി ആയിരിക്കും. ഒരു സ്ലാക്ക് വേരിയബിൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യും, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അതുകൊണ്ടാണ് -T1 -T2 എന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് 7ഉം 8ഉം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഈ ഒരു ടേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് പിവോട്ട് എൻട്രി 5 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിവോട്ട് എൻട്രി 5 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, 5 എന്നുള്ളത് സെലക്ട് ചെയ്യണത്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണില്ല. ഓക്കെ, നമ്മൾ ആദ്യം ഒരു 5ൽ നിന്ന് ഒരു പിവോട്ട് എൻട്രി 5 ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പുതിയൊരു ടേബിൾ ഉണ്ടാക്കാം എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ചെയ്യുന്നത് സ്റ്റെപ്പ് 1ഉം 2ഉം ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 5 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റെപ്പ് 1ൽ എന്താണ് പറയുന്നത്? സ്റ്റെപ്പ് 1ൽ പറയുന്നത് ചൂസ് എ നോൺ സീറോ പിവോട്ട് എൻട്രി പി. അത് നമ്മൾ
ചൂസ് ചെയ്തു, 5 എന്നുള്ളത് ചൂസ് ചെയ്തു. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, ഇൻ്റർചേഞ്ച് ദ വേരിയബിൾസ് കറസ്പോണ്ടിങ് ടു പീസ് റോ. അതായത് നമ്മൾ ഏത് എൻട്രി ആണോ ചൂസ് ചെയ്തത് അതിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ, പിയുടെ റോയിലും കോളത്തിലുള്ള വേരിയബിൾസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പി എന്നുള്ളതിൻ്റെ റോയിൽ നിൽക്കുന്ന ഒരു വേരിയബിൾ T2 ആണ്, അതുപോലെ കോളത്തിൽ നിൽക്കുന്ന വേരിയബിൾ X2 ആണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. X2-നെ T2 എഴുതിയ പ്ലേസിലേക്കും T2-നെ X2 എഴുതിയ പ്ലേസിലേക്കും എഴുതാം. അതാണ് സ്റ്റെപ്പ് 2-ൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് 1ഉം 2ഉം ആണ് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ആദ്യം നമ്മളൊരു 5-നെ, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഒരു പിവോട്ട് എലമെൻറ്റിനെ ചൂസ് ചെയ്തു, 5 എന്ന് ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ടോ, നേരത്തെ X2 ആയിരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് എഴുതി, T2 എന്ന് എഴുതി. ഇവിടെ X2 എഴുതി. അവിടെ സൈനൊന്നും ചെയ്തിട്ടില്ല. ഇത്ര മാത്രമാണ് സ്റ്റെപ്പ് 1ഉം 2ഉം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1ഉം 2ഉം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3-ൽ പറഞ്ഞിട്ടുള്ളത് റീപ്ലേസ് P ബൈ 1/P എന്നാണ്. റീപ്ലേസ് P ബൈ 1/P. അപ്പോൾ ഇവിടെ P ആയിട്ട് ചൂസ് ചെയ്തത് നമ്മൾ 5 ആണ്. അപ്പോൾ 5-നെ എങ്ങനെ ചൂസ് ചെയ്യുക, 5-നെ എങ്ങനെ റീപ്ലേസ് ചെയ്യണം, 5 വരുന്നിടത്ത് എല്ലാമല്ല, ആ പിവോട്ട് എൻട്രി എവിടെയാണോ നമ്മൾ ചൂസ് ചെയ്തത് അവിടെ 1/5 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4 പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അതായത് റീപ്ലേസ് എവ്രി ക്യൂ ഇൻ ദ സെയിം റോ ആസ് P ബൈ Q ബൈ P. പിയുടെ റോയിൽ വരുന്ന എലമെൻറ്റ്സ്, അതായത് Q, ആ ക്യൂവിനെ Q ബൈ P വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പിയുടെ റോയിൽ വരുന്ന എലമെൻറ്റ്സ് ഏതാണ്, ഇതാണ് Q. ഇതിനെയാണ് നമ്മൾ Q എന്ന് വിളിക്കുന്നത്. ഈ 4-നെയാണ്. 4-നെയും എന്ത് വിളിക്കണം, 4-നെ P വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4/5 എന്ന് എഴുതണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റീപ്ലേസ് 4/5 ആൻഡ് 6/, അതും സെയിം റോയിൽ തന്നെയാണ് വരുന്നത്. അതിനെ നമുക്ക് 6/5 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ടേബിൾ പിന്നെ കാണിക്കാം. അപ്പോൾ 4-നെ നമ്മളിവിടെ ചെയ്തത് എന്തൊക്കെയാണ്, 5-നെ 1/5 വെച്ച് റീപ്ലേസ് ചെയ്തു. ഈ റോയിൽ വരുന്ന എലമെൻറ്റ്സിനെ 4 ആയിരുന്നു ഇവിടെ, അതിനെ 4/5 വെച്ച് റീപ്ലേസ് ചെയ്തു. 6-നെ 6/5 വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ റോയിലത്തെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് 5 ആണ്. സ്റ്റെപ്പ് 5 പറയുന്നത് എന്താണ്, സ്റ്റെപ്പ് 5 പറയുന്നത് റീപ്ലേസ് എവ്രി R ഇൻ ദ സെയിം കോളം ആസ് P ബൈ -R/P. അതായത് പിയുടെ അതേ കോളത്തിൽ വരുന്ന എലമെൻറ്റ്സ്, എന്ന് പറഞ്ഞാൽ ഏതാണ്, പിയുടെ അതേ കോളത്തിൽ വരുന്ന എലമെൻറ്റ്സ് ഇത്. ഓക്കെ, അതായത് 2ഉം 8ഉം ആണ് സെയിം കോളത്തിൽ വരുന്നത്. അതിനെ -R/5 എന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ മൈനസ് ഇവിടെ 2/5, 2-നെ -2/5 എന്നും 8-നെ -8/5 എന്നും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പ് 5-ൽ നമ്മൾ 2-നെ -2/5 എന്നും 8-നെ -8/5 എന്നും നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം കുറച്ചും കൂടി മനസ്സിലാവാൻ ഇവിടെ എസ് എന്ന് പറയുന്നത്, അതായത് P എന്ന് പറയുന്നതാണ് നമ്മളിവിടെ 5 എടുത്ത്, Q സെയിം റോയിൽ വരുന്ന ഈ എലമെൻറ്റിനെയാണ് നമ്മൾ Q എന്നെടുത്തത്. ഈ കോളത്തിൽ വരുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ R എന്നെടുത്തത്. അതുപോലെ ഇതിലൊന്നും വരാത്ത ഈ എലമെൻറ്റിനെയാണ് നമ്മൾ എന്തെടുത്തത്, അതായത് സെയിം റോയിലും കോളത്തിലും പെടാത്ത എലമെൻറ്റ്സിനെയാണ് നമ്മൾ S എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇതിൽ ചെയ്ത് കഴിഞ്ഞു. സ്റ്റെപ്പ് 5 വരെ നമ്മുടെ കഴിഞ്ഞു. സ്റ്റെപ്പ് 5 വരെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെയിം റോയിലുള്ളതിനെ P വെച്ച് ഡിവൈഡ് ചെയ്യുക, സെയിം കോളത്തിലേനെ -1/P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ -P കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ പറഞ്ഞത് അതിൽ പെടാത്ത എലമെൻറ്റ്, അതാണ് അതിൽ പെടാത്ത എലമെൻറ്റ്, സെയിം റോയിലും കോളത്തിൽ പെടാത്ത എലമെൻറ്റ് എന്താണ്, എസ് ആണ്. ആ എസ്സിനെ നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, ഈ ഒരു ഫോർമുല PS - QR ഡിവൈഡഡ് ബൈ P, ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കാം. PS എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത എലമെൻറ്റിനെ, ഏത് എലമെൻറ്റാണോ ഇതിൽ പെടാത്തത് അതിനെ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. PS മൈനസ് പിന്നെ അതിന് അതേ സ്പീഡ് അതേ റോയിലും കോളത്തിലും വരുന്ന എലമെൻറ്റ്സ്. അപ്പോൾ എന്താ വരിക, QR, PS - QR. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. PS - QR എന്ന് പറഞ്ഞാൽ എന്താ വരിക, 5 - 8 ഡിവൈഡഡ് ബൈ 5. 5 - 8 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എന്ത് കിട്ടും, -3/5. അപ്പോൾ നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ ഇവിടെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു, -3/5 വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് അതുപോലെയുള്ള എലമെൻറ്റ്സ്. ഇനിയും നമുക്ക് അതുപോലെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഏതാണ് അതുപോലെയുള്ള എലമെൻറ്റ്സ് വന്നത്, ഒന്നിതാ ഈ ഒരു 3.
3നെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? ഇങ്ങനെ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? 5 × 3 15 മൈനസ് 6 × 2 12 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 15 മൈനസ് 12 എന്താ വരിക? 3/5. അപ്പോൾ ഈ 3നെ നമ്മൾ 3/5 വെച്ച് റീപ്ലേസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ പെടാത്ത ഒരു എലമെൻ്റാണ് ഈ 7. ഇതിനെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വരും. അപ്പോൾ എന്താ വരിക? 7 × 5 35 മൈനസ് 32 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അത് നമുക്ക് 3/5 എന്ന് കിട്ടും. ഇനി ഒരു 9 കൂടി ബാക്കിയുണ്ട്. 9നെ നമ്മൾ ഇതങ്ങനെ 9 × 5 മൈനസ് 8 × 6. അതായത് ഏത് എലമെൻ്റാണോ പിയിൽ പെടാത്തത് അതിനെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ആ സെയിം റോയിലും കോളത്തിലും അതിന് നേരെ വരുന്ന എലമെൻറ്റ്സ് കൊണ്ട് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 9 × 5 മൈനസ് 8 × 6 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത എലമെൻറ്റും കിട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ ടേബിൾ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? എല്ലാ സ്റ്റെപ്സും ഒന്നും കൂടി പെട്ടെന്ന് പറയാം. സ്റ്റെപ്പ് 1 നമ്മൾ ഈ x2 ഈ t2 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. പിന്നെ പിനെ എന്ത് ചെയ്തു? 1/p വെച്ച് റീപ്ലേസ് ചെയ്തു. സെയിം റോയിൽ വരുന്നതിനെല്ലാം 5 വെച്ച് ഡിവൈഡ് ചെയ്തു. സെയിം കോളത്തിൽ വരുന്നതിനെല്ലാം നമ്മൾ മൈനസ് പി മൈനസ് പി വെച്ച് ഡിവൈഡ് ചെയ്തു. പിന്നെ സെയിം കോളത്തിന് എല്ലാത്തതിനെല്ലാം നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തത്? PS മൈനസ് QR ഡിവൈഡഡ് ബൈ പി. ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. PS എന്ന് പറയുന്നത് പിയുടെ കോളത്തിലോ റോയിലോ വരാത്ത എലമെൻറ്റിനെയാണ് നമ്മൾ S എന്ന് വിളിക്കുക. മൈനസ് Q എന്ന് പറഞ്ഞാൽ സെയിം റോയിൽ വരുന്ന എലമെൻറ്റ്, R എന്ന് പറഞ്ഞാൽ സെയിം കോളത്തിൽ വരുന്ന എലമെൻറ്റ് ഡിവൈഡഡ് ബൈ പി. PS മൈനസ് QR ഡിവൈഡഡ് ബൈ പി. അങ്ങനെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടേബിൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് പുതിയ ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പിവോട്ട് എൻട്രി എടുക്കുക. അപ്പോൾ ഇതാണ് പിവോട്ട് എൻട്രി എങ്കിൽ, ഇപ്പോൾ നമ്മളെടുക്കുന്ന പിവോട്ട് എൻട്രി ഇതാണെങ്കിൽ, സപ്പോസ് അത്രയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളൂ. പിവോട്ട് എൻട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ സീറോ എൻട്രി ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനനുസരിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഓക്കെ, പിന്നെ എവിടെ വെച്ചിട്ടാണ് ഈ ടേബിൾ അവസാനിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിംപ്ലക്സ് അൽഗോരിതം പറയുമ്പോഴാണ് പറയും. ഇപ്പോൾ പറഞ്ഞത് ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേബിളിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കാം, ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ.